ഫീനിക്സ് പക്ഷി വളരെ ദുഃഖിതയായിരുന്നു. അതിന്റെ കണ്ണുനീർ ഷൂ വരെ തുളച്ചു. ആ മനുഷ്യന് അത് കരയുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾക്ക് രാജ്യത്തിലേക്ക് ഫീനിക്സിനെ തിരികെ കൊണ്ടുവരേണ്ടതായുണ്ട്. എന്നിരുന്നാലും ഫീനിക്സ് പക്ഷിയെ കാണുമ്പോൾ ക്രമേണ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നു. ആ മനുഷ്യൻ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിച്ചുമാറ്റി ഫീനിക്സ് പക്ഷി അതിന്റെ ചൈതന്യം വീണ്ടെടുത്ത് വായുവിലേക്ക് ഉയർന്നു. ഫീനിക്സ് പക്ഷി മാന്ത്രികത നിറഞ്ഞ ഒരു തൂവൽ കൊടുത്തു നന്ദി പറഞ്ഞു. സന്തോഷത്തിൽ അവൻ രാജാവിന്റെ കൽപ്പനകൾ ലംഘിച്ചുവെന്ന കാര്യം മറന്നു. അവൻ രാജ്യത്തിലേക്ക് മടങ്ങിയപ്പോൾ സൈനികർ അറസ്റ്റ് ചെയ്തു. പക്ഷിയുടെ തൂവലുകൾ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. അവൻ അത് പുറത്തെടുത്തു. അത് മങ്ങിയതാണെന്ന് അവൻ കണ്ടെത്തി. രാജാവിന് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആരാച്ചാർ കത്തി ഉയർത്തി കൃത്യസമയത്തു തൂവലിന് തീ പിടിച്ചു. ഫെയർ ഫീനിക്സ് എത്തി രാജ്യത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിൽ ഇറങ്ങി. ഇവൻ ആ ഫീനിക്സിനെ മെരുക്കിയതാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. രാജാവ് അവനെ ബഹുമാനിക്കേണ്ടി വന്നു. പക്ഷേ രാജാവ് അവനെ ഹൃദയത്തിൽ വെറുത്തു. താമസിയാതെ അവന് അസാധ്യമായ ഒരു ജോലിയും കൊടുത്തു.